ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളൊരു മായ പ്രപഞ്ചത്തിലാണ് ഇന്ന് ജീവിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആഹ്ലാദഭരിതരായിട്ട് ജീവിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ദിവസം നമുക്കെന്തോ സംഭവിക്കുന്നു. എല്ലാത്തിലും താല്പര്യം നഷ്ടപ്പെടുന്നു, ഒരു സന്തോഷമില്ല, എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കും, ദൈവമേ എനിക്കിതെന്തു പറ്റി? ഇത് ജീവിതത്തിൽ പലർക്കും സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ അവസ്ഥ നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നമ്മുടെ ജീവിതമൊക്കെ വളരെ വളരെ ഹ്രസ്വമല്ലേ. അതിനിടയിൽ ഇങ്ങനെ കുറേ കാലം വേസ്റ്റായി പോകാൻ നമുക്കാർക്കും താല്പര്യമില്ലല്ലോ. അപ്പം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെയായി മാറുന്നത്? ഇതിനെ അതിജീവിക്കാൻ എന്തെല്ലാം ചെയ്യണം? തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നത് നാഡീവ്യൂഹമാണ്, നെർവസ് സിസ്റ്റം. ശരീരത്തിൽ നടക്കുന്ന ഇൻവോളണ്ടറി ആയിട്ടുള്ള കുറേ പ്രവൃത്തികളുണ്ട്. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ചില പ്രവൃത്തികൾ, ഹൃദയത്തിൻ്റെ പ്രവർത്തനം, ദഹന പ്രക്രിയ, പിന്നെ ശരീര ഊഷ്മാവ്, ബ്ലഡ് പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻവോളണ്ടറി ആക്ടിവിറ്റീസിൽ പെടും. അപ്പോൾ വല്ലാത്ത സ്ട്രെസ് വരുന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വീകരിക്കുന്ന രണ്ട് മാർഗങ്ങളുണ്ടല്ലേ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഇതെല്ലാം നമ്മൾ പ്രത്യേകിച്ച് ചിന്തിച്ച് ചെയ്യുന്ന പ്രവൃത്തികളല്ല. അപ്പോൾ ഈ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നതും ക്രമീകരിക്കുന്നതും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ ഈ നെർവസ് സിസ്റ്റത്തിന് രണ്ട് പാർട്ടുണ്ട്: സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന അവസരത്തിൽ പ്രവർത്തിക്കുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. സ്ട്രെസ് ഹോർമോൺസ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡ്യൂസ്ഡ് ആവും. അപ്പം നമ്മൾ പെട്ടെന്ന് ആക്ട് ചെയ്യും അല്ലേ. അപ്പം ഇങ്ങനെയുള്ള പ്രവൃത്തികളുടെ പിന്നിലുള്ളത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. നമ്മൾ കൂളായിട്ടിരിക്കുമ്പോൾ, റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അതിനെ സഹായിക്കുന്നത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. ഈ രണ്ട് നെർവസ് സിസ്റ്റം തമ്മിൽ ഒരു ബാലൻസ് ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അങ്ങനെ ശരീരത്തിൽ ബാലൻസിങ് നിലനിർത്തുന്നതിനെ ഹോമിയോസ്റ്റേസിസ് എന്ന് പറയും. അപ്പോൾ ഈ സന്തുലിതാവസ്ഥ നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മൾ മിക്കവാറും സമയം സ്ട്രെസ്ഡാണ്. നമുക്ക് റിലാക്സ് ചെയ്യാൻ സമയമില്ല, കൂളായിട്ടിരിക്കാൻ സമയമില്ല. അപ്പോൾ ഈ ബാലൻസിങ് അവതാളത്തിലാകുകയാണ്. അവസാനം ഇത് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശരീരം കണ്ടെത്തുന്ന മാർഗമാണ് ഗെറ്റ് ലോസ്റ്റ്. ഒന്നിലും താല്പര്യമില്ലാതെ വരിക, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുക. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ഇത് മനസ്സിലാക്കി ഈ ബാലൻസിങ് അപകടത്തിലാകാൻ നമ്മൾ സമ്മതിക്കരുത്. ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഇന്ന് വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ജീവിത സാഹചര്യമാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് ഈ ബാലൻസിങ്ങിന് വേണ്ടി നമ്മൾ ബോധപൂർവം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം യോഗ, മെഡിറ്റേഷൻ, ബ്രീതിങ് എക്സസൈസ്, ഇതെല്ലാം ഈ ബാലൻസിങ്ങിനെ സഹായിക്കുന്നതാണ്. പണ്ട് ഇതൊക്കെ നാച്ചുറലായിട്ട് നടന്നിരുന്നു ഈ ബാലൻസിങ്. ഇന്ന് അതിന് സാഹചര്യമില്ലാണ്ടായി. അതുകൊണ്ട് ഇതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ ബോധപൂർവം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളെല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. ഒരു ഫീൽ ഗുഡ് അവസ്ഥ, നല്ലൊരു മാനസികാവസ്ഥയിൽ ആയിരിക്കാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഇപ്പം നമ്മളൊരു വിജയം നേടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുമ്പോഴെല്ലാം ഈ ഫീൽ ഗുഡ് അവസ്ഥ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഈ സന്ദർഭങ്ങളിലെല്ലാം ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഹോർമോണാണ് ഡോപ്പമൈൻ. ഫീൽ ഗുഡ് അവസ്ഥ ഉണ്ടാകാൻ ഈ ഡോപ്പമൈൻ ആക്ടിവേറ്റഡ് ആയാൽ മതി. ഇതിനെ കൃത്രിമമായി ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അക്കാര്യങ്ങളോട് നമുക്ക് ഇൻക്ലിനേഷൻ ഉണ്ട്. വിജയിക്കണമെങ്കിൽ, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എഫേർട്ട് ഇടേണ്ടി വരും. അതൊന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഡോപ്പമൈനെ ആക്ടിവേറ്റഡ് ആക്കാം. മദ്യമായാലും മയക്കുമരുന്നായാലും അതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ ഇതാണ്. ഡോപ്പമൈനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ചില ഘടകങ്ങൾ അതിനകത്തുണ്ട്. മദ്യവും മയക്കുമരുന്നും മാത്രമല്ല, വെർച്വൽ വേൾഡിൽ നമ്മുടെ ഡോപ്പമൈനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഡോപ്പമൈനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങളാണ് ഈ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ എല്ലാം. ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇടുന്നു, ഒരുപാട് ലൈക്കും കമൻറ്റും കിട്ടുന്നു, നമ്മുടെ ഡോപ്പമൈൻ ആക്ടിവേറ്റഡ് ആകുന്നു. ഇപ്പോൾ റീൽസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇതെല്ലാം നമ്മുടെ ഡോപ്പമൈൻ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഡോപ്പമൈൻ ഓവർലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റിലാക്സ് ചെയ്യാനാണെന്നും പറഞ്ഞ് നമ്മൾ മൊബൈൽ എടുക്കില്ലേ, ശരിക്കും അവിടെ റിലാക്സേഷൻ നടക്കുന്നില്ല. നമുക്ക് വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ് ഡോപ്പമൈൻ ഓവർലോഡിങ്. ഇൻഫോർമേഷൻ ഓവർലോഡിങ് പോലെ തന്നെ നമ്മളെ പ്രശ്നത്തിലാക്കുന്ന ഒന്നാണ്. ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വരും. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഫേസ്ബുക്കിൽ നിരന്തരം കാണുന്ന ചില ആളുകളെങ്കിലും ചിലപ്പോൾ ഒരു മെസ്സേജ് വിടാറില്ലേ, ഇനി ഞാൻ ഒന്നിനുമില്ല, 2 വർഷത്തേക്ക് ഞാൻ ഫേസ്ബുക്കിൽ ഉണ്ടാകുന്നതല്ല. നമുക്ക് സത്യത്തിൽ എല്ലാം ജീവിതത്തിൽ മിതമായിട്ട് വേണം അല്ലേ, വിഡ്രോ ചെയ്തിരിക്കാനുള്ളതല്ലല്ലോ ജീവിതം. ഇതറിഞ്ഞ് നമ്മൾ ബോധപൂർവം ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒക്കെ സമയം കണ്ടെത്തണം. ഈ ഡോപ്പമൈൻ ഓവർലോഡിങ് കുറയ്ക്കണം. അതിന് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡോപ്പമൈൻ ഡിറ്റോക്സ്. 1 ദിവസമോ 2 ദിവസമോ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. അധികമായാൽ അമൃതം വിഷമെന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് എത്രയോ ശരിയാണല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോപ്പമൈൻ ഫാസ്റ്റിംഗ് നമ്മൾ നടത്തണം, അല്ലെങ്കിൽ പെട്ടുപോകും. 3-ാമത്തെ കാര്യം, ജീവിതത്തിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ഇതുപോലെയുള്ള അവസ്ഥ വരാറുണ്ട്. ഒന്നിനോട് താല്പര്യമില്ല, എല്ലാത്തിൽ നിന്നും മാറി നിൽക്കൽ. ഇത് പ്രൊലോങ്ഡ് ആയിക്കഴിഞ്ഞ പ്രശ്നമാണ്. ഈ ഒരു അവസ്ഥയോട് നമ്മൾ കണ്ടീഷൻഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രഷൻ എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് മാറും. പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ, വളരെ പ്രിയപ്പെട്ട ആളുകളുടെ വേർപാട്, ഇതെല്ലാം നമ്മളിൽ ഒരുപാട് ദുഃഖം ഉണ്ടാക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദുഃഖം വരുമ്പോൾ അത് റിലീസ് ചെയ്യണം. സങ്കടം വരും, കരയണം. കരയണത് എന്തിനാ സത്യത്തിൽ? കരഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒരു ബാലൻസിങ് നടക്കുകയാണ്. വി ഫീൽ റിലാക്സ്ഡ്, വി ഫീൽ കൂൾ. കരയുന്നതിന് ഒരു വിഷമം വിചാരിക്കേണ്ട, അത് ബോഡിയുടെ ഒരു ബാലൻസിങ് മെക്കാനിസമാണ്. നന്നായിട്ട് കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ കിട്ടും. അവിടെ ആ ബാലൻസിങ് നടക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആക്റ്റീവായിട്ടുള്ള ജീവിതത്തിലേക്ക് വരണം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും വിജയവും പരാജയവും ഉണ്ടാകാം. പരാജയം വരുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവും. ശരിക്കും ആലോചിച്ചാൽ വിജയത്തോട് നമുക്കൊരു താല്പര്യം വരാനാണ് ഈ പരാജയം വരുമ്പോൾ നമുക്ക് സങ്കടം ഫീൽ ചെയ്യുന്നത്. പരാജയം വരുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഫീൽ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ പെട്ടുപോയാനല്ലേ. അതുകൊണ്ട് ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. വിഷമം വരും, സങ്കടം വരും, അത് റിലീസ് ചെയ്യാനുള്ള സംവിധാനവും നമ്മുടെ ബോഡിയിലുണ്ട്. അത് പ്രയോജനപ്പെടുത്തി ബാലൻസിങ് കീപ്പ് ചെയ്യുക, ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. എല്ലാവർക്കും ഉള്ള അവസ്ഥയൊക്കെ തന്നെയാണിത്. ഇതിൽ തിരിച്ചു വരിക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ പെയിൻഫുൾ സിറ്റുവേഷനിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ നമ്മളെ സഹായിക്കുന്ന വലിയൊരു തോട്ടുണ്ട്. അതായത് ഇതും കടന്നു പോകും. ശരിക്കും പറഞ്ഞാൽ സങ്കടവും സന്തോഷവും ഒക്കെ ഇടകലർന്ന് വന്നാലേ നമ്മുടെ ബോഡിയിലുള്ള ഈ ബാലൻസിങ് കൃത്യമായിട്ട് നടക്കൂ. 4-ാമത്തെ കാര്യം, എപ്പോഴും നമ്മളെ ഡൗൺ ആക്കുന്ന, തളർത്തിക്കളയുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ ഇങ്ങനൊരവസ്ഥയിലേക്ക് നമ്മൾ ചെന്നപ്പെടാം. നമ്മൾ സ്വയം തീരുമാനിക്കുമല്ലേ, എന്ത് ചെയ്തിട്ടും ഇവരെന്നെ അംഗീകരിക്കുന്നില്ലല്ലോ, എപ്പോഴും എനിക്കിങ്ങനെ കുറ്റങ്ങൾ കേൾക്കേണ്ടി വരുന്നല്ലോ. ഇങ്ങനെ വിചാരിച്ചിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് ആർക്കാണ് നഷ്ടം? പലപ്പോഴും നമ്മൾ ഈ ചെയ്യാതിരിക്കുന്നത് നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളും ആയിരിക്കും. ചില ആളുകൾ കണ്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് നല്ല വാശി വരും, എന്നാൽ പിന്നെ കാണിച്ചു കൊടുക്കാം. ശരിക്ക് അങ്ങനെ ചിന്തിച്ച് നമുക്ക് വിജയം ഉണ്ടാകുമ്പോൾ ആ വിജയം കൂടുതൽ കൂടുതൽ സന്തോഷം നിറഞ്ഞതാവില്ലേ. നമ്മുടെ പുറമേയുള്ള ഒന്നിനും നമ്മളെ സത്യത്തിൽ തളർത്താനാവില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, പരിഗണിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ടെന്നുള്ള കാര്യം വിസ്മരിക്കരുത്. അവരെ കണ്ടെത്തി ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസിക ഭാവം നമ്മൾ വളർത്തിയെടുക്കണം. ഇതെല്ലാം നമുക്ക് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. മനുഷ്യരായിട്ട് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. അത് അതിജീവിക്കുന്നവരാണ് ഈ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് വരുന്നവരൊന്നും പലപ്പോഴും വിജയത്തിലെത്താറുമില്ല. ഇനി 5-ാമത്തെ കാര്യം, ഈ മാനസികവും ശാരീരികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ ചിലപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ ആരോഗ്യം നമുക്ക് ഒരു പരിധിവരെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും. അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകം ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമ്മുടെ ശരീരവും മനസ്സും അത്രയ്ക്ക് സങ്കീർണമാണ്. അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം, നമ്മുടെ കൺട്രോളിന് അപ്പുറമുള്ള പ്രശ്നങ്ങൾ. അത്തരം സന്ദർഭങ്ങളിൽ എക്സ്പേർട്സിൻ്റെ സഹായം തേടാൻ മടിക്കരുത്. അതിനെ അഗ്രവേറ്റ് ചെയ്യാൻ നമ്മൾ അവസരം ഉണ്ടാക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ അയ്യോ എനിക്കെന്താ പറ്റിയെന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന എന്തെങ്കിലും ആണോ കാരണമെന്ന് നമ്മൾ സ്വയം ചോദിക്കണം. ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള
കരുത്ത് നമുക്കുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.